അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് നമുക്ക് ഇവിടെ പറ്റിയില്ല. നമ്മൾ ഉദ്ദേശിച്ചത് ഒരു PUBG എഫക്റ്റിൽ നമുക്ക് സ്മോക്ക് കൊണ്ടുവരാനായിരുന്നു നോക്കായി കിടക്കുമ്പോൾ. അപ്പം ഞാൻ അവിടെ നോക്കായി കിടന്നപ്പോൾ കണ്ടത്. അപ്പോൾ ആ സാധനം വന്നപ്പോൾ ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടായി. അവിടെ ഒരു തീ വന്നപ്പോൾ തന്നെ ഞാൻ പേടിച്ച് ചെയ്തിട്ട് ഓടി. അവിടെ കണ്ടില്ല അവള്. അപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, അതൊരിക്കലും നമ്മൾ എറിയാൻ പാടില്ല. അതൊരു സ്ഥലത്ത് വെച്ചുകൊണ്ട് അത് നമുക്ക് വലിച്ചെടുത്ത് സ്മോക്ക് ആക്കണതാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ ഈ ഇൻട്രോയുടെ ശേഷം തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടതിന് ശേഷം വീഡിയോ നമ്മൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് കണ്ടതിന് ശേഷം നിങ്ങൾ വീഡിയോയിലേക്ക് പോകാൻ മറക്കരുത്. വീഡിയോ പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ ചേർക്കേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ട് ചേർന്നുള്ള ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് കാർഡ്ബോർഡ് പീസ് ചുറ്റും ഒട്ടിച്ചൊക്കെ ഞാൻ ചെയ്തതാണ്. ഇതിപ്പോൾ കൂട്ടുകാരനാണ്, അവൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അവന് ഞാൻ സമ്മതിച്ചു കൊടുത്തത്. അപ്പോൾ അവനത് ചെയ്യണത്. അപ്പോൾ ഇത് കാണുന്ന പോലെ ഒന്നുമല്ല, മേളിലേക്കൊക്കെ അടിപൊളിയായിട്ട് സ്മോക്ക് വന്നേർന്ന് സംഭവം പൊളി സാധനം. പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഗീവ് അവേയുടെ ആണ്. അതാരും മറക്കരുത്. 700 ആകുമ്പോഴെന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ 700 800 അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടി നിങ്ങളിപ്പോൾ ആരിൽ കമൻറ്റ് ഇടാത്തുണ്ടെങ്കിൽ കമൻറ്റ് ഇടാം. നമ്മൾ നാളെ വൈകുന്നേരം കൃത്യം ഒരു 5 മണിക്കായിട്ട് 5 മണി 6 മണി ആ സമയത്തൊരു വീഡിയോ വരും. ആ വീഡിയോയിൽ നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതാരാണെന്ന് നമുക്ക് കാണാം. അപ്പോൾ അതിനു മുമ്പ് കമൻറ്റ് ഇടാത്തവന്മാർ കമൻറ്റ് ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കപ്പോൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് ആവശ്യമുണ്ട് നമുക്ക്. പിന്നെ ഒരു 5-6 പാറ്റ് തീപ്പെട്ടി ആവശ്യമുണ്ട്. കൃത്യം 4 പാറ്റ് അല്ലെങ്കിൽ 5 പാറ്റ്. പിന്നെ കത്രിക, ഇത്ര നീളമുള്ള ഒരു PVC-യുടെ പൈപ്പ്. പിന്നെ ഒരു കത്തി, ഒരു പശ. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഒരു റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ PVC-യുടെ പൈപ്പ് ഒന്ന് ഒരു സൈഡ് കവർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ 2 പീസ് നമുക്ക് വേണം. അപ്പോൾ ഇതുപോലെ കൃത്യം റൗണ്ടായിട്ട് തന്നെ. അപ്പോൾ തെറ്റിപ്പോകാൻ പാടില്ല. തെറ്റിക്കാൻ അടുത്തത് ഇങ്ങനെ കട്ട് ചെയ്ത് കൃത്യം ക്ലിയർ ആയിട്ടുള്ളത് തന്നെ വേണം. ഒരു വ്യത്യാസവും പാടില്ല. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടെ പശ ഒന്ന് ഒട്ടിക്കണം. വേറെ ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ പശ ഒട്ടിക്കണം. എയർ കിടക്കാനും നമ്മൾ അതിനകത്തിടുന്ന പൊടി താഴത്തേക്ക് പോകാനോ പാടില്ല. അപ്പോൾ അത് അവിടെ ക്ലിയർ ആയിട്ട് ഞാൻ മൂടിയിട്ടുണ്ട്. വേറെ ഗ്യാപ്പൊന്നുമില്ല ആ വഴി. പിന്നെ നമുക്ക് 2 പാറ്റ് തീപ്പെട്ടി എടുത്തതിന് ശേഷം ഒരു കത്തി കൊണ്ട് നമുക്ക് ഇതൊന്ന് ആ മേളിലുള്ള പൊടി തീപ്പെട്ടിയുടെ ആ മരുന്ന് നമുക്കൊന്ന് ചുരണ്ടിയെടുക്കാം. അപ്പോൾ അത് കളയാണ്ട് എടുക്കണം. അപ്പോൾ അതൊരു കത്തി കൊണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും വേണം. ഇത് ഒരു 1.5 പാക്കറ്റ് അല്ലെങ്കിൽ 2 പാക്കറ്റ് എടുത്തു. 2 പാക്കറ്റ് എടുക്കണം. മൊത്തത്തിൽ ഒരു 2 പാക്കറ്റ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ മരം ഒന്നും അധികം മരം വന്നെന്ന് വെച്ചാൽ കുഴപ്പമില്ല. മരം വരാണ്ട് ഇത് എടുക്കാൻ നോക്കണം. അതിന് നമ്മൾ അടുത്തത് അങ്ങനെ ഫുള്ളാക്കിയതിന് ശേഷം നമ്മൾ അടുത്ത തീപ്പെട്ടി എടുക്കണം. അടുത്ത തീപ്പെട്ടി എടുത്തുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ മേൽഭാഗം ഇച്ചിരി മരവും കൂടിയിട്ടുള്ളത് നമ്മൾ കട്ട് ചെയ്യണം. ഇതുപോലെ കട്ട് ചെയ്ത്. അപ്പോൾ അതിൻ്റെ എന്ന് പറഞ്ഞ് തെറിച്ച് പോയി. അപ്പോൾ നിങ്ങൾ അതൊന്നും പോവാണ്ട് നിങ്ങളൊന്ന് സൂക്ഷിച്ച് ചെയ്യണം. ക്ലിയർ ആയിട്ട് ചെയ്യണം. അപ്പോൾ അതുപോലെ നമ്മൾ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട ഇതുപോലെ നമ്മൾ അപ്പോൾ കട്ട് ചെയ്തെടുത്ത് നമ്മുടെ മറ്റേ പൊടിയും ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ആ പൈപ്പിലേക്കൊന്ന് ഇടണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ സാധനം ഒന്ന് കട്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ ആദ്യം ഈ നമ്മുടെ എന്തെങ്കിലും പേപ്പർ കാര്യങ്ങൾ, അപ്പോൾ ഞാൻ കത്രികയുടെ പാക്കറ്റിൻ്റെ പേപ്പർ തന്നെ എടുത്തും കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ അതൊട്ട് കളയാണ്ട് നമുക്കൊരു 2 പാക്കറ്റിൻ്റെ അല്ലെങ്കിൽ 1 പാക്കറ്റിൻ്റെയൊക്കെ നമുക്ക് ആ നമ്മുടെ PVC-യുടെ പൈപ്പിൻ്റെ അകത്തേക്ക് ഇടണം. അപ്പോൾ ഇതുപോലെ ഇട്ടതിന് ശേഷം നിങ്ങൾ നമ്മുടെ മറ്റേ പൊടികളും കാര്യങ്ങളൊക്കെ ഇടേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇടേണ്ട പൊടി ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഇടേണ്ടത് ഈ പൊടി നമുക്ക് ഇടാം. ഈ പൊടി നമ്മൾ ഇട്ടതിന് ശേഷം നമ്മൾ ഇടേണ്ടത് മറ്റേ നമ്മൾ ആദ്യം പൊടിച്ച പൊടിയില്ലേ, ആ തീപ്പെട്ടിയുടെ മരുന്ന് മാത്രമേ ഉള്ളത്. അത് ഞാനൊരു 2 പാക്കറ്റിൻ്റെ എടുത്തായിരുന്നു. ആ 2 പാക്കറ്റിൻ്റെ ഞാൻ ഇപ്പോൾ അതിനകത്തേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അത് ഒട്ടും വേസ്റ്റ് ആക്കാത്ത രീതിയിൽ ഇടുക. നമുക്കത് കുറച്ച് ആവശ്യമുള്ളതാണ്. പരമാവധി നിങ്ങൾ എങ്ങനെയൊക്കെ എടുത്ത് പിന്നെ നമുക്ക് ആവശ്യം ഈ തീപ്പെട്ടിയുടെ നമ്മൾ ഈ ഇതാക്കണമെന്ന് കാണില്ല,
ഇതൊന്നും അതിനെ പറയണത്, സ്പാർക്ക് ഉണ്ടാവില്ലേ, ആ സാധനം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ പേപ്പർ കൃത്യം ആ ഭാഗം മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ആ വൈറ്റൊക്കെ നമ്മൾ കളയാണ്. അപ്പോൾ ക്ലിയറായിട്ട് വേറെ വൈറ്റൊന്നും അധികം വരാണ്ട് അത് മാത്രം നിങ്ങളൊന്ന് എടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു ചെമ്പ് കമ്പിയാണ്. അപ്പോൾ നിങ്ങൾ ആ ചെമ്പ് കമ്പിയുടെ ആദ്യം തന്നെ ആ പ്ലാസ്റ്റിക് പോലത്തെ ഇതൊന്ന് കളയണം മേളിൽ നിന്ന്. പിന്നെ ആ ചെമ്പ് കമ്പി മാത്രം അതിനകത്തുനിന്ന് ഊരിയെടുക്കണം. അപ്പോൾ അത് വല്ല വയർ കട്ടർ വെച്ചു. എൻ്റെ ഇപ്പോൾ വയർ കട്ടർ ഞാൻ എടുത്തില്ലായിരുന്നു, അതുകൊണ്ട് ആ വയർ കട്ടറിൻ്റെ ഒരു വിഷയമുണ്ട്. ഇതുപോലെ നിങ്ങൾ ആക്കിയെടുത്തതിന് ശേഷം ഒരു റൗണ്ട് ഷേപ്പിലാക്കണം. നമ്മുടെ വിരൽ കയറണം ആ രീതിയിലാക്കിയിട്ട് അതൊന്ന് റൗണ്ടാക്കണം. വിരൽ കയറി അല്ലെങ്കിൽ അതിലും ചെറുതായാലും കുഴപ്പമില്ല. വിരൽ കയറണം എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ഇച്ചിരി അടിപൊളിയായിട്ട് വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ നമ്മൾ ഒന്ന് റൗണ്ടാക്കി ഒരു വിരൽ കയറാൻ പാകത്തിനോ അല്ലെങ്കിൽ ഒരു ചെറിയ വട്ടത്തിൽ അത് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ കീറിയ ഇതിൽ നമ്മുടെ ആ തീപ്പെട്ടിൻ്റെ ആ ഭാഗം നമ്മൾ അവിടെ ഒന്ന് പശ ഒട്ടിച്ച് കൊടുക്കണം, ചാടിപ്പോവാണ്ടിരിക്കാൻ വേണ്ടി. ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം. അപ്പോൾ ഇത് നിങ്ങൾ ഒരു ക്ലിയറായിട്ട് തന്നെ ചെയ്യണം. ഇതിനകത്ത് നിങ്ങൾ വേറെ ഒരു അലമ്പും കാണിക്കരുത്. ഇതും പിന്നെ ഒരു അടുത്തതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ച്, ഇപ്പം നമ്മുടെ ഭാഗത്ത് പശ ഒന്നും വരാൻ പാടില്ല, അകത്ത് മാത്രം പശ മാത്രം നിൽക്കാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 ഉണ്ടാക്കാൻ പറയില്ല, 1 എടുത്തുകൊണ്ട് അതിൻ്റെ ആ പകുതി വരെ നമുക്കൊന്ന് കട്ട് ചെയ്യണം. കൃത്യം പകുതിയായിട്ട് കട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചത് ഈ അകത്ത് വെക്കണം. അകത്ത് കൃത്യം നിൽക്കുന്ന രീതിയിൽ വെച്ചുകൊണ്ട് നമ്മൾ അത് അവിടെ ഗം ചെയ്യണം. ഗം ചെയ്യാൻ വരട്ടെ ഞാൻ പറയാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഈ തീപ്പെട്ടിമ ഒരു 4 തീപ്പെട്ടി ഒരുമിച്ച് നമ്മൾ നോക്കുമ്പോൾ മേളിൽ നോക്കുമ്പോൾ നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ തോന്നുന്ന രീതിയിൽ ചെയ്യണം. അപ്പോൾ ഒന്നിന് പിന്നാലെ ഒന്ന്, പിന്നെ ആ സൈഡിൽ ഒന്ന്, അങ്ങനെ 4 കൃത്യം ഒട്ടിച്ച് വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യണം. നമുക്ക് എന്നിട്ട് അതിൻ്റെ ആ PVC പൈപ്പിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കുത്തി വെക്കാനുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ചെയ്ത് ഇപ്പോൾ 4 അടുത്തായിട്ടുണ്ട്. 4 ആയി. ഇപ്പോൾ 4 ആയതിനു ശേഷം നിങ്ങൾ ഒന്ന് ഒരുമിച്ച് ആ പശ ഒട്ടിച്ച് സെറ്റാക്കി വെക്കണം. അപ്പോൾ അത് നമുക്കൊരു ഷേപ്പ് നോക്കിക്കാനൊരു ഏകദേശം സ്ക്വയർ ഷേപ്പൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം 3ാമത്തെ ആയിട്ടുള്ളൂ, സോറി. അപ്പോൾ അങ്ങനെ 4 ആയതിനു ശേഷം നമ്മൾ അതൊന്ന് അവിടെ ഒട്ടി താഴത്തേക്ക് കുനിച്ച് വെക്കണം. അപ്പോൾ കയറുന്നില്ലെങ്കിൽ അതിൻ്റെ ബാക്ക് വശം ഒന്ന് പതുക്കെ കട്ട് ചെയ്ത് കളയേ അല്ലെങ്കിൽ നിൽക്കുമോ നോക്കിയേ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നോക്കിയിട്ട് നിൽക്കുന്നില്ല, ചാടിപ്പോയാണ് സൈഡിലേക്ക് ചാടി പോയിട്ട് കാര്യമില്ല. അപ്പോൾ അവിടെ ഒന്ന് മര്യാദ നിൽക്കണം. അപ്പോൾ നമ്മൾ അത് ഈ സാധനം ഇങ്ങനെ വെച്ചും കൊണ്ട് വലിക്കുമ്പോഴാണ് അവിടെ സ്പാർക്ക് ഉണ്ടാവും. ആ സ്പാർക്കിൽ അവിടെ കത്തും. അങ്ങനെയാണ്. ഞാനിപ്പോൾ നോക്കിയിട്ട് ഞാൻ ഇച്ചിരി അവിടെ കട്ട് ചെയ്ത് കളയണം. ഇച്ചിരി കട്ട് ചെയ്ത് കളയേണ്ട വരും തോന്നുന്നു. അപ്പോൾ ഞാൻ നോക്കട്ടെ കേട്ടോ. ചെറുതായിട്ട് നമുക്ക് അവിടെ കട്ട് ചെയ്യേണ്ട വരും, അല്ലെങ്കിൽ അത് നിൽക്കില്ല. അപ്പോൾ നമ്മൾ അതൊന്ന് മാറ്റി നോക്കുകയാണ്. ഇച്ചിരി ഞാൻ കട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഒന്ന് ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറ്റി വെക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കെയറുള്ളതെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇച്ചിരി അതിനകത്ത് ഇട്ടേക്കണ ആ പേപ്പർ കാര്യം മാറ്റുക. പേപ്പറും എന്തെങ്കിലും ഇച്ചിരി ഇച്ചിരി മാറ്റണം. പേപ്പർ മാറ്റണമെന്നാണ് ഏറ്റവും നല്ലത്. എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ Instagram ID ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.